നമസ്കാരം. മിനിസ്റ്റർ കെ ഗണേഷ് കുമാർ, സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ തുടർക്കഥയാകുന്നു. എല്ലാവർക്കും അതിൽ ഉത്കണ്ഠയുണ്ട്, നമുക്കും ഉത്കണ്ഠയുണ്ട്. ഞാനും ഗണേഷ് കുമാറിനോട് ഇക്കാര്യം സംസാരിച്ചിരുന്നു. മാത്രമല്ല, നമുക്കൊരു സീറോ ആക്സിഡൻ്റ് എന്നൊരു സംഗതി കേരളത്തിൽ നടപ്പിലാക്കാൻ നമ്മൾ സഹകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ആദ്യം സംസാരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതിനകത്ത് എന്തെങ്കിലും ഒരു ചുവടുവയ്പ് നടത്താൻ താങ്കൾക്ക് കഴിഞ്ഞോ? നമ്മൾ സംസാരിച്ചിരുന്ന പ്രകാരം ഭരണ ചുമതലയുള്ള DGPയുടെ നേതൃത്വത്തിൽ ഇന്നലെ ട്രാൻസ്പോർട്ട് കമ്മീഷണറും ട്രാൻസ്പോർട്ട് MPDയും പോലീസും ചേർന്ന് ഇന്ന് മുതൽ ഒരു ഡ്രൈവ്, അന്ന് നമ്മൾ സംസാരിച്ചിരുന്നു, പോലീസിനെ കൂടി ഇതിൽ ഇൻവോൾവ് ചെയ്യണം, അങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഇന്നലെ മുതൽ തീരുമാനമെടുത്തു. ഇന്നലെ എല്ലാ SP-മാരും ഭരണ ചുമതലയുള്ള DGPയും SP-മാരുമായി സംസാരിച്ച് മോട്ടോർ വെഹിക്കിളുടെ ഉദ്യോഗസ്ഥർ ഇന്നലെ വൈകിട്ടോടെ SP-മാരുമായി നേരിട്ട് സംസാരിച്ച് ഇന്ന് രാവിലെ മുതൽ 4 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ഡ്രൈവ് നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഡ്രൈവ് ആരംഭിക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ച് 24-ൻ്റെ അടക്കമുള്ള ഒരു സഹകരണം, വലിയൊരു പ്രചരണ പരിപാടിയാണ്. ഇതോടൊപ്പം തന്നെ ബോധവൽക്കരണം വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഈ അപകടങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിൽ ബോധവൽക്കരണം ഇല്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്. കാരണം നമ്മൾ റോഡ് ഉപയോഗിക്കുന്നവരെല്ലാവരും, വണ്ടി ഓടിക്കുന്നവർ മാത്രമല്ല, നടന്നു പോകുന്നവരും സൈക്കിൾ ചവിട്ടുന്നവരും, പിന്നെ ഈ വ്യാപാര ആവശ്യങ്ങൾക്ക് റോഡ് ഉപയോഗിക്കുന്നവരൊഴിച്ച് അവരും, അതുപോലെ വീടിൻ്റെ പണിക്ക് വേണ്ടി സാധനങ്ങൾ റോഡിൽ ഇറക്കിയിടുന്നവർ, അങ്ങനെയുള്ള എല്ലാവരും ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ആ ജാഗ്രതയെക്കുറിച്ച്, നമ്മൾ വീട് പണിയാൻ സാധനം ഇറക്കുന്നു, അവനവൻ്റെ ആവശ്യത്തിന് ഇറക്കുന്നതാണ് റോഡിലാണ് ഇടുന്നത്. അത് കേരളത്തിലെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. അതൊക്കെ തടയാൻ മാധ്യമങ്ങൾ കൂടി, ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ 24-ന് കഴിഞ്ഞാൽ നമുക്ക് ഈ തെറ്റുകൾ, ഓരോരുത്തരും ചെയ്യുന്ന തെറ്റുകൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഞാൻ എന്ത് റോഡിലിറങ്ങുമ്പോൾ ഞാൻ എന്ത് തെറ്റാണ് ചെയ്യുന്നതെന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ മാധ്യമങ്ങൾക്ക് കഴിയും. ദൃശ്യമാധ്യമങ്ങൾക്കും സാമൂഹ്യ മാധ്യമങ്ങൾക്കും അത് കഴിയും. അത് ചൂണ്ടിക്കാണിക്കാം. നമ്മൾ ചെയ്യുന്ന ഒരു അബദ്ധം, നമ്മൾ ചെയ്യുന്ന ഒരു നിയമലംഘനം, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ 24-ൻ്റെ സഹായം ഞാൻ തേടിയിരുന്നു. തീർച്ചയായിട്ടും അതുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ശ്രീ ഗണേഷ് കുമാർ, നമ്മൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ ആക്സിഡൻറ്റ് തന്നെ ഇല്ലാതാക്കണമെന്നാണ് നമ്മുടെയും ആഗ്രഹം. അതിനുള്ള ബോധവൽക്കരണം നടത്താനും അതുപോലുള്ള കാര്യങ്ങൾ പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാനും മുൻനിരയിൽ തന്നെ 24 ഉണ്ടാകും. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ന് തന്നെ ഇപ്പോൾ രാവിലെ ഞാൻ 7 മണിക്ക് മോർണിംഗ് ഷോയിൽ വന്നിട്ട് ഏതാണ്ട് 3 മണിക്കൂർ ആകുന്നില്ല. ഇതിനിടയിൽ 2 KSRTC ബസ്സിൻ്റെ അപകടം ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഈ രണ്ടും പമ്പയ്ക്കടുത്താണ്. ഒന്ന് ചാലക്കയത്തും ഒന്ന് അതിൻ്റെ തൊട്ടടുത്ത് പമ്പാവാലിക്കടുത്തുമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആദ്യം എനിക്കൊന്ന് KSRTCയുടെ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ KSRTC ഉണ്ടാക്കുന്ന അപകടങ്ങൾ കുറയ്ക്കാൻ താങ്കൾക്ക് എന്താണ് അടിയന്തരമായി ചെയ്യാൻ കഴിയുന്നത്? കാരണം ജനങ്ങൾക്കിപ്പോൾ വല്ലാത്തൊരു ആശങ്ക പിടിപെട്ടിട്ടുണ്ട്. ഒരു സ്ഥലത്ത് കാട്ടാന ആക്രമണങ്ങൾ, മറുസ്ഥലത്ത് ഇത്തരം അപകടങ്ങൾ, മനുഷ്യരെ റോഡിൽ പൊലിയുന്നു. KSRTC ഞങ്ങളൊരു കണക്കെടുത്ത് നോക്കുമ്പോൾ KSRTC ബസ്സുകളുടെ കണക്കെടുക്കുമ്പോൾ ഈ മദ്യപാനം കുറച്ചതിന് ശേഷം അപകടങ്ങളുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ചയിൽ അപകടം ഉണ്ടായിരുന്ന 54 മുതൽ 52, 50, 48 അപകടങ്ങൾ വരെ ഉണ്ടായിരുന്നു. അതിപ്പോൾ 28 മുതൽ 30, 24 ഇങ്ങനെ ഈ നിലയിലേക്ക് താഴ്ന്നിട്ടുണ്ട്. മരണസംഖ്യ എന്ന് പറയുന്നത് ഒരാഴ്ചയിൽ 8, 9 ആയിരുന്നു. അതിപ്പോൾ 3, 2, 1, ചിലത് ആഴ്ചകളിൽ 0 അങ്ങനെ മാറിയിട്ടുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ അവസാനമായ ഒരു വിലയിരുത്തൽ KSRTC കാണുന്നത് സ്വിഫ്റ്റ് ബസ്സുകൾ ഓടിക്കുന്ന ഡ്രൈവർമാരാണ് കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത്. കാരണം 3000-ലധികം KSRTC ബസ്സുകൾ KSRTC ഓടുന്നു. സ്വിഫ്റ്റിൻ്റെതായി ഏതാണ്ട് 10-600 വണ്ടികൾ ഓടുന്നു. അതിൽ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ KSRTC ഡ്രൈവർമാരെക്കാൾ കൂടുതൽ അപകടം ഉണ്ടാക്കുന്ന സ്വിഫ്റ്റിലെ ഡ്രൈവർമാരാണ്. അവരെ 3-4 ദിവസമായി ഇവരെ മുഴുവൻ കണ്ടക്ടർക്കും ഡ്രൈവറെ തിരുവനന്തപുരത്തേക്ക് വരുത്തുകയാണ്. അവരുമായി ഞാൻ 1 മണിക്കൂർ സംസാരിച്ചതിന് ശേഷം ഈ 3-4 ദിവസങ്ങളിൽ ഞാൻ തന്നെ പങ്കെടുക്കും. അവരുടെ സംസാരിച്ചവരെ ബോധവൽക്കരിക്കുകയാണ്. അതിനുശേഷം മൈലേജ് കൂടുതൽ കിട്ടാനും അപകടം കുറയ്ക്കാനുമുള്ള ഒരു ക്ലാസ്, പിന്നെ ഇവരുടെ കണ്ടക്ടർ കം ഡ്രൈവറാണ്, അവരുടെ ബിഹേവിയർ പാറ്റേൺ ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്, ഇതെല്ലാം കൂടി ചേർത്ത് 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതി നമ്മൾ തയ്യാറാക്കേണ്ടത്. നേരിട്ട് പറയുകയാണ് അവരുടെ എത്ര ഓഡിയോയിലൂടെ വീഡിയോയിലൂടെ ഒക്കെ പറഞ്ഞിട്ടും അവരനുസരിക്കുന്നില്ല. അവരൊരു ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നതാണ് കാണുന്നത് സ്വിഫ്റ്റിലെ ഡ്രൈവർമാർ. അപ്പോൾ അവരെ അവർ നിയന്ത്രിക്കേണ്ടതുണ്ട്. അവരാണ് ഈ അപകടങ്ങൾ കൂടുതലുണ്ടാക്കുന്നത്. ഇപ്പോൾ ഇന്ന് ചേട്ടൻ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ബ്രേക്ക് പോയിട്ട് വണ്ടി മരത്തിലിടിച്ചത്, അത്തരം പരാതികൾ നമുക്കുണ്ടായിരുന്നു. കാരണം ഈ വണ്ടിയെല്ലാം എയറിലാണ് ഓടുന്നത്. ഞാൻ മിനിസ്റ്ററായിട്ട് വരുന്ന സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് എയർ ലീക്ക് പരിശോധിക്കാൻ പറയുമ്പോൾ 2000-ലധികം വണ്ടികളിലാണ് എയർ ലീക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് കുറച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും എയർ ലീക്ക് പരിശോധിച്ചിട്ട് നമുക്ക് റിപ്പോർട്ട് തരണം. എയർ ലീക്ക് വരുമ്പോൾ 2 കാരണം: ഒന്ന്, ഡോറ് ശരിക്കടയില്ല; 2, പിന്നെ ഈ ബ്രേക്ക് നഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ സാധ്യത. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വിഫ്റ്റിലെ ഡ്രൈവർമാർക്ക് ഒരു പരാതി, ഞങ്ങൾ പരാതി കൊടുത്താൽ ഞങ്ങളുടെ വണ്ടി റിപ്പയർ ചെയ്ത് തരില്ല, മെക്കാനിക്കൽ സ്റ്റാഫ് വീഴ്ച വരുത്തുന്നതാണ്. അപ്പോൾ അത് ഇന്നലെ മുതൽ അത് പരിഹരിച്ചിട്ടുണ്ട്. വണ്ടി ഓടിച്ചു വരുന്ന ഡ്രൈവറും കണ്ടക്ടറും 2 പേർക്കും സ്വിഫ്റ്റിന് വേറെ രജിസ്റ്റർ,
KSRTC വേറെ രജിസ്റ്റർ, അങ്ങനെ വെച്ചിട്ട് ഇവർ രണ്ട് കൂട്ടരും അവരുടെ പരാതികൾ, വൈപ്പർ ഇല്ല, അല്ലെങ്കിൽ ബ്രേക്ക് കുറവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഗിയർ പ്രോബ്ലം ഉണ്ട്, ക്ലച്ച്, ഇത് എഴുതി വെച്ചിട്ട് പോകണം. ഈ എഴുതി വെച്ചത് മെക്കാനിക്കൽ ഉദ്യോഗസ്ഥർ പരിഹരിച്ച് കൊടുത്തില്ലെങ്കിൽ അവരുടെ പേരിൽ നടപടിയെടുക്കാൻ ഇന്നലെ മുതൽ ഒരു പ്രത്യേക സ്ക്വാഡ്, ഇതുവരെ നമുക്ക് ടിക്കറ്റ് പരിശോധിക്കാനും മറ്റു കുറ്റകൃത്യങ്ങൾ പരിശോധിക്കാനും വിജിലൻസ് ഉണ്ടായിരുന്നു. മെക്കാനിക്കൽ സൈഡ് പരിശോധിക്കാൻ വേണ്ടി ഇന്നലെ മുതൽ ഒരു വിജിലൻസ് സംവിധാനം KSRTC നിലവിൽ വന്നിട്ടുണ്ട്. ഓക്കെ.